ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു സൽക്കാരം ഉണ്ടായിരുന്നു, ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയതും അതിൻ്റെ ചില വിശേഷങ്ങളുമായിട്ട് ചെറിയൊരു വീഡിയോ ആണ്. റെസിപ്പീസൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരിയ പത്തിരിയും മീൻ മുളകിട്ടത് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ മീനൊക്കെ രാവിലെ നീറ്റ് അപ്പോൾ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് മുളകിട്ട് വെച്ചു. പിന്നെ പത്തിരി ആദ്യം പ്രസ്സിലൊന്ന് പരത്തിയിട്ട് പിന്നെ ഒന്ന് നീട്ടി പരത്താണ് നല്ല നൈസായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഈ പത്തിരി ഉണ്ടാക്കാനെന്ന്. പക്ഷേ എക്സ്പേർട്ട് അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കും കേട്ടോ. ആദ്യം ഒന്ന് പ്രസ്സിൽ പരത്തി പിന്നെ അതൊന്ന് പൊടിയിട്ട് നീട്ടി പരത്തി കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് നൈസ് പത്തിരി ആക്കി എടുക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് ആ പത്തിരിയൊക്കെ ഒന്ന് പരത്തണം. സൽക്കാരത്തിൻ്റെ അവിടേക്ക് നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ എണീറ്റത്. പക്ഷേ നല്ലോണം നേരം വൈകിട്ടാണ് അവിടെ എത്തിയത്. കാരണം മോള് എൻ്റെ കാക്കൻ്റെ വീട്ടിലായിരുന്നു, ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ അവൾ അവിടെ നിന്ന് വരാൻ നല്ലോണം ലേറ്റായി. ബ്രദറിന് എന്തോ അത്യാവശ്യം ഉണ്ടായിട്ട് കൊണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൾ വരുമ്പോൾ 12 മണിയായി. പിന്നെ ഒരു 12:30 ആയിട്ടോ ഞങ്ങൾ പോകുമ്പോൾ. ഞാൻ നേരത്തെ ഒക്കെ എണീറ്റ് എൻ്റെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും മോനൊക്കെ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകാൻ ലേറ്റായി. അപ്പോൾ അതാ പത്തിരിയൊക്കെ പരത്തി ആവശ്യത്തിന് മാത്രമേ ചുട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. പരത്തിയപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, മോള് അവിടെ അല്ലേ. അപ്പം കുറച്ച് ചുട്ടിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ്. സ്പാനിഷ് ഡിലൈറ്റാണ് ഫ്ലേവർ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിന് തൊട്ട് മുമ്പേ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് അത് പോയി കാണുക, കാണാത്തവരൊന്ന് പോയിട്ട് കാണുക. അപ്പോൾ ഞാനെന്താ എൻ്റെ കേക്ക് പാക്കിങ്ങും എൻ്റെ ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി മോളെ കാത്തിരിക്കുകയാണ്. ഇനി മോള് വരിക, അവൾ ഡ്രസ്സ് ചെയ്യുക, പോവുക, അത്രയേ ഉള്ളൂ. ഞങ്ങൾ 3 പേരെ പോകണുള്ളൂ കേട്ടോ. ഹസ്ബൻഡിന് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ജോലിയുള്ള ദിവസമാണ്. അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയി രാവിലെ. അപ്പോൾ അതാ മോള് വന്ന് ഞങ്ങളിനി പോവുകയാണ്. ഏകദേശം ഒരു 12:30 ആയിട്ടോ ഈ സമയത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും പണിയൊന്നും ഉണ്ടായില്ല, എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ ഇതാ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ എളാമൻ്റെ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ചെക്കൻ. ഇവനെയാണ് ശരിക്കും പറഞ്ഞാൽ സൽക്കരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ ബിരിയാണിയാണിത്. നല്ല അടിപൊളി മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ബഹളാട്ടോ അവിടെ. ഞാൻ കുറച്ചൊക്കെ സൗണ്ട് ചെറുതാക്കി വെച്ചിട്ട് ആ ബഹളമൊന്ന് കേൾപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചില വീഡിയോസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ ബിരിയാണിയൊക്കെ അടിപൊളിയാണ്. പിന്നെ നല്ല മീൻ മുളകിട്ടതും സാദാ ചോറും അതും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ചിക്കൻ പൊരിച്ചത്. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേബിളിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ കുറേ പേരുള്ളതുകൊണ്ട് നമ്മൾ വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചതാട്ടോ. അപ്പോൾ അതാ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. ഒരു ബഹളമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. പക്ഷെ രസമാണല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ കുടുംബത്തിലെല്ലാവരും ഒത്തുകൂടിയിട്ട് മക്കൾക്കും വലിയവർക്കായാലും ഒക്കെ ഒരു മനസ്സിന് നല്ലൊരു സുഖം തരുന്ന പരിപാടിയല്ലേ ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് അടിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അധികമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാന്നുള്ള കാര്യം മറന്നുപോയി. പിന്നെ ഇടയ്ക്ക് ഓർമ്മ ആകുമ്പം പോയി ഫോൺ എടുക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കാറ്ററിംഗ് സർവീസുകാർ. നല്ല അടിപൊളിയായിട്ട് അവർ വിളമ്പിയിട്ടുണ്ട്. പിന്നെതാ നമ്മുടെ ഫ്രൂട്ട് സലാഡ്. ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ ഫ്രൂട്ട് സലാഡ് വിളമ്പുന്ന തിരക്കാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് വേഗം പോകേണ്ടി വന്നു കേട്ടോ. എനിക്ക് വേറൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു വൈകിട്ട്. അപ്പം ഞാനൊരു 3:30 ആകുമ്പോഴേക്ക് പോയി. പിന്നെ കേക്ക് മുറിക്കാനൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല. പിന്നീട് അവർ വീഡിയോ അയച്ചതാണ് ഉണ്ടായത്. അപ്പോൾ കേക്ക് ചെറുതാണെങ്കിലും അതൊക്കെ നമ്മുടെ സുമി ആവശ്യം പോലെ കൈകാര്യം ചെയ്ത് എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ കല്യാണത്തിന് പോയതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല.
പിന്നെന്താ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.